ആവോ എനിക്കും അറിയില്ല. അറിയില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. വെറുതെ മൃദംഗത്തിന്റെ പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പകുതി എടുത്ത് ഞാൻ കുടിച്ചിട്ട് അതിൽ ഞാൻ വെള്ളം മിക്സ് ചെയ്ത് അതുപോലെ തന്നെ അടച്ച് കുലുക്കി അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഗ്രേസ് ഒന്ന് എടുത്ത് കുടിച്ചപ്പോൾ ആൾക്ക് കണ്ട് ഇഷ്ടമായില്ല എൻ്റെ ടേസ്റ്റ്. ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഒരു റിയൽ ലൈഫ് എന്ന് പറഞ്ഞ ചാനലൊന്ന് കയറിയിട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അല്ലേ മിടു? ഒരാൾ ഈ പാപ്പക്ക് നിന്ന് പാത്രമായിട്ട് വന്നോണ്ട് പാത്രം കൊണ്ടുവന്നേക്കണേ. ഓ ഞാൻ കണ്ടു. അതെ, ഗ്രേസിന്റെ ഫ്രണ്ട്സും കൂടി ഇവിടെ കളിച്ചോണ്ടിരിക്കണ്ട. എല്ലാരും ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുക. ഹലോ, ഹായ് പറയടാ. ഹായ് പറയ. ആരാന്നൊക്കെ അതൊക്കെ ഫ്രണ്ട്സ് ആരെങ്കിലും പരിചയപ്പെടുത്ത്. ഓർക്കന് പറ. കിച്ചു പിയാക്കോ. നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ പിള്ളേരുണ്ടോ? ഗ്രേസിന്റെ ഫ്രണ്ട്സ് ആണ്. ഗ്രേസ് അവിടെ പോയി കളിക്കും, അവരിവിടെ വരും, അങ്ങനെ പോക്കും വരവൊക്കെയാണ്. അപ്പൊ ഇവനിവിടെ ഇതിന്റെ ഇടയിൽ കൂടെ പാപ്പം നിന്ന് വന്നിട്ടാണ്. കുഴലപ്പം. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഇങ്ങനെ പ്രഗ്നന്റ് ആയ സമയത്തും ഗ്രേസിന് പ്രഗ്നന്റ് ആയ സമയത്തും ഈ കുഴലപ്പം ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടമാണ് ഇപ്പൊ ഇവനും കിട്ടിയേക്കുന്നത്. അറിയില്ല ഗ്രേസിന് ഇപ്പൊ ഇതില്ലേ ശീലം. എന്താ വീടൊന്ന് ഉച്ചക്കാലത്തേക്ക് ചിക്കൻ കറി ഉണ്ടാക്കണേ. കഴിഞ്ഞ ദിവസം മാനുവലൊക്കെ വന്ന സമയത്ത് വെച്ച ചിക്കന്റെ ബാക്കി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെടുത്തിട്ടാണ് ഇപ്പോഴത്തെ ചിക്കൻ കറി വെക്കാൻ പോണത്. കറി ഒന്നുമില്ല വെക്കാൻ പോണത്. പക്ഷെ ഞാൻ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് ചിക്കനാണ് ശരിക്കും കൂടുതൽ വേണ്ടത്. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഇന്ന് ചിക്കൻ മാത്രമായിട്ട് വെക്കണില്ല. ഇച്ചിരി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഇച്ചിരി വലിച്ച് നീട്ടം വേണ്ടേ? എന്താ പ്രശ്നം? എന്തിട്ട് വേണ്ടേ? അപ്പൊ ഞാൻ തണ്ണിമത്തം മുറിക്കട്ടെ. തണ്ണിമത്തം മുറിച്ചിട്ടെ പിള്ളേർക്കും കൊടുക്കണം, എനിക്കും കഴിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ. ഏതിട്ടാ? കട്ടിമോട് വേണം. തണ്ണിമത്തന് നമുക്ക് ഈ തണ്ണിമത്തൻ മേടിക്കാൻ ചെല്ലുമ്പളേ ആ കട്ടിമോട് കഴുകിട്ടോ. ഈ തണ്ണിമത്തൻ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ കടക്കാരിത് ഇങ്ങനെ തട്ടി നോക്കിയിട്ട് തന്നെയാണോ? ആവോ എനിക്കും അറിയില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവും. വെറുതെ മൃദംഗത്തിന്റെ പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അറിയില്ല, അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. ഓ ഒന്ന് തുടക്കി. അപ്പൊ ഞാൻ നമ്മുടെ ക്യാമറേനെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടേക്കാണ് കേട്ടോ. ആവോ എനിക്കും അറിയില്ല. കാണുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. മറുപടി ഞാൻ നോക്കട്ടെ. വാങ്ങി വേപ്പിലയോ? ഓ ഇത് പോരാ. എൻ്റെ കളറ് നാച്ചുറൽ കളറല്ല, നമ്മളെ മധുരമുള്ള ഒരു കളറിൻ്റെ ആ അണ്ണാങ്കുഞ്ഞിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കണം. വിടും ഈ അണ്ണാങ്കുഞ്ഞിനെ കണ്ട എടുത്തിട്ട് വരണം കേട്ടോ. ആദ്യം അവർ പറഞ്ഞത് അണ്ണാകുഞ്ഞി കണ്ണ് തുറന്നതായിട്ടാണ്. നമ്മളതിനെ കണ്ട സമയമായിരിക്കും അത് കണ്ണൊക്കെ തുറന്നു. കണ്ണ് തുറന്നു, പക്ഷെ അതിന് പൂച്ച പിടിച്ചു തിന്നു. പൂച്ച പിടിച്ചു ഓടാറായിട്ടുണ്ടായിരുന്നു. ഇതാ ഇത് തണ്ണിമത്തൻ. ഇപ്പൊ കൊണ്ടുവരാം. അങ്കിളല്ല, നീ എന്നെ അങ്കിളാക്കണ്ട. കൊച്ചെന്നെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ആ ഓക്കെ, നാണം കേട്ടു വെറുതെ. ആ രണ്ടും കൊടുക്കാം. 2 ടൈപ്പ് ഉണ്ടാക്കാം. ജ്യൂസ് അടിക്കണ്ട. അപ്പൊ കഷ്ണാക്കി തരാം. കഷ്ണാക്കി ജ്യൂസ് അടിച്ച്
ആ 2 ടൈപ്പ് ആക്കാടി. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ഇത് ചെയ്തോളൂ. ദേവന് അപ്പോൾ ഇങ്ങനെ ചെറിയ പീസാക്കി ഇടാം. ഞാൻ കൊണ്ടുവരാം, അങ്ങോട്ട് കൊണ്ടുവരാട്ടെ കൊച്ചിനെ. പാത്രത്തിലിട്ട് കൊണ്ടുവരാം. പാത്രം കഴുകിക്കുന്നത് വാഷ് ചെയ്ത പാത്രമല്ലേ? ഇതിലും ചെറുതാക്കണോ? ഇത്രയെങ്കിലും ആക്കി കിടക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്നാ സ്റ്റീവ് ഉണ്ടോ? എന്നാ സ്റ്റീവ് എന്നാ താങ്ക് യു എന്ന് പറ. അവര് വേണ്ടാന്ന് എന്നാ കൊടുക്കുക, അവന് തിരിക്കണം. അതിന് മധുരം ഉണ്ടോ നോട്ടെ. പോരാ. ഇത് ഇങ്ങനെ ചേർത്തൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ ചേർത്തെടുത്താലേ അല്ലെങ്കിൽ ഇതിന് മധുരമില്ല. ഒന്നുകൂടി പിന്നെ ഇതൊന്നല്ല, ഇതിൽ നല്ല മധുരം ഉണ്ടാവും. തണ്ണിമത്തം നല്ല മധുരം ഉണ്ടാവും. എന്താടാ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ TV കാണാണ്ടാക്കാനായിട്ട് പിള്ളേർക്കൊക്കെ എന്നോട് പ്രതീക്ഷയായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ TV വെച്ച് കൊടുക്കരുതെന്നുള്ള ഒരിത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വെച്ച് കൊടുക്കണില്ല, നിങ്ങളും ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അല്ല അങ്ങനെ വെച്ച് കൊടുക്കണവരോടാണ് വെച്ച് കൊടുക്കരുത് ഞാൻ പറഞ്ഞത്. വെച്ച് കൊടുക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കണവരെ അതിന് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കൊച്ച് അമ്മയുടെ ഫോണെന്ന് തോന്നുന്നു, അമ്മയുടെ പേരെ കാണിച്ചത്, മെസ്സേജ് വിട്ടേക്കാണ്. അമ്മ പറഞ്ഞിട്ട് വിട്ടേന്നോണേ. സണ്ണിയങ്ങൾ പറഞ്ഞു, കാരണം എനിക്കിപ്പോൾ TV വെച്ച് തന്നില്ല, സണ്ണിയങ്ങളോട് പിണക്കാണെന്നൊക്കെ പറഞ്ഞു. ഇതേടാ അമ്മ കൊണ്ടുപോയിക്കണം, അങ്ങോട്ട് കൊണ്ടുപോയിണ്ട അമ്മ, അങ്ങോട്ട് ചെല്ലേ. ഇത് മിക്സിയിലിട്ട് പഞ്ചസാര ഇല്ലാണ്ട് അടിക്കണം. കഴിക്കണുണ്ടോ? അവര് കഴിക്കണ്ട്, പിന്നെ എന്തിനാ ജ്യൂസായിട്ട് കഴിക്കണേ? ഇങ്ങനെ കഴിക്കണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം. നിങ്ങൾ പലവരും ചെയ്യുന്ന ടിപ്സും ട്രിക്സൊക്കെ ആയിരിക്കാം, പക്ഷേ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോന്ന് ഞാൻ പറയാം. എൻ്റെ പരീക്ഷണങ്ങളാണ്ടൊക്കെ നിങ്ങൾ ചെയ്യണമെന്നല്ല, ഞാൻ ചെയ്തു നോക്കുന്നത് ഇങ്ങനെയാണ്. വേറെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾ ഷെയർ ചെയ്തോ. ഗ്രേസിൻ്റെ അടുത്ത് ഒരു കാര്യം സക്സസ് ആയിരുന്നു. കാരണം ഗ്രേസിന് ചെറുപ്പത്തിൽ മറ്റേ ജ്യൂസ്, പാക്കറ്റ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാക്കറ്റ് ജ്യൂസ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുപ്പിയിൽ വരുന്ന കോളയും അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ അപ്പൂപ്പൻ ആരാണ്ട് കോള എന്തോ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടില്ല, നമ്മൾ പുറത്തൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തർ മേടിച്ചു കൊടുത്ത് അവരുടെ കൂടെ കഴിച്ചിട്ടൊക്കെയാണ് ഇൻട്രസ്റ്റ് വന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഗ്രേസ് ഇതേപോലെ ആരാണ്ട് ഇതേപോലെ കോളയൊക്കെ കൊടുത്തു. അവൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അത് ഫ്രിഡ്ജിൽ തണുപ്പില്ലാത്തായിരുന്നു. അപ്പോൾ തണുക്കട്ടെ എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് അതിൽ പകുതി ഞാനെടുത്ത് കുടിച്ചു. നല്ല ജ്യൂസായിരുന്നു, മാംഗോൻ്റെ എന്തോ ജ്യൂസായിരുന്നു. അപ്പോൾ പകുതി എടുത്ത് ഞാൻ കുടിച്ചിട്ട് അതിൽ ഞാൻ വെള്ളം മിക്സ് ചെയ്ത് അതുപോലെ തന്നെ അടച്ച് കുലുക്കി അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഗ്രേസ് ഒന്ന് എടുത്ത് കുടിച്ചപ്പോൾ ആൾക്ക് കണ്ട് ഇഷ്ടമായില്ല എൻ്റെ ടേസ്റ്റ്. അന്നാളത് ഉപേക്ഷിച്ചു. വീണ്ടും ഇതേപോലെ എന്നൊരു ജ്യൂസ് കിട്ടിയപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ വെള്ളം മിക്സ് ചെയ്ത് ഒരു ചീത്ത ടേസ്റ്റാക്കി വീണ്ടും വെച്ചു കൊടുത്തു. അപ്പോൾ അതും അതങ്ങനെ ഉപേക്ഷിച്ചു. പിന്നെ ഇതുപോലെ എന്നിട്ട് വേറെ എന്തൊരു സാധനം അങ്ങനെ 1-2 സാധനം അങ്ങനെ ചെയ്ത് പിന്നെ ആൾക്ക് അതിനോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ട് കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പം വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പം ആൾക്കിപ്പോൾ മനസ്സിലാവണ്ട അങ്ങനെ പറയുന്നത്. സമ്മതിക്കില്ല. ഇപ്പൊ പറഞ്ഞത് ഓക്കെയാണ്. പഞ്ചസാര ഗ്രേസ് ഒട്ടും കഴിക്കണില്ല. അതുപോലെ ഇപ്പൊ മനസ്സിലായി തുടങ്ങി. ഗ്രേസിനോട് ഏതോ ഇതില് എവിടെയോ വായിച്ചു, പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ അതില് മറ്റേ എല്ലുപൊടി യൂസ് ചെയ്യുന്നുണ്ട് അതിനെ വെളുപ്പിക്കാനായിട്ടെന്നൊക്കെ. അപ്പൊ അത് കേട്ടോടുകൂടി ഗ്രേസ് എനിക്ക് പഞ്ചസാര ഇനി വേണ്ട, എന്തോ എല്ലുപൊടി എന്തോ മിക്സ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വൈറ്റ് കളർ ആക്കാൻ വേണ്ടി അങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കൂടി ആള് വേണ്ടാവും. ഇപ്പൊ സ്റ്റീവിന് ഭയങ്കര പഞ്ചസാര കഴിക്കില്ല. അപ്പൊ ഞാനിപ്പം
പഞ്ചസാരയോട് ഇഷ്ടമുണ്ട്. എൻ്റെ ചെറിയ ഇഷ്ടങ്ങളൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പതുക്കനെ അതിൽ ഞാൻ ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇനി അവന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഇന്നൊക്കെ ആയിട്ട് പതുക്കനെ ഉപ്പ് ചെറുതായിട്ട് അളവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളിങ്ങനെ ടെൻഡൻസി കുറഞ്ഞു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നിങ്ങളുടെ ഒരു ഐഡിയ പറഞ്ഞോളൂ. വാട്ടർ മെലൺ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അണ്ണാങ്കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കണത്. ആളെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനവിടെ മതലിൻ്റെ മുകളിൽ അവിടെ ഷീറ്റിൻ്റെ മുകളിൽ വെയിലത്ത് കിടക്കായിരുന്നു. അപ്പോൾ അവൻ തളർന്നു വയ്യാണ്ട് കിടക്കണം. അപ്പോൾ ഇവരെങ്ങനെയും നമുക്ക് രക്ഷിച്ചെടുക്കണം, എനർജറ്റിക് ആക്കി എടുക്കണം. കണ്ണ് തുറന്നിട്ടുണ്ട്, പക്ഷേ എന്ത് ഞാൻ സെർലാക്ക് മേടിച്ചിട്ട് തരാം, ചെറിയ പാക്കറ്റ്. ഞായറാഴ്ച കട തുറന്നിട്ടുണ്ടാവില്ല, എന്നാലും അത് കൊടുക്കണം. അപ്പോൾ അതിന് വയ്യ, അത് വെയിലത്ത് കിടന്നാകെ ക്ഷീണിതനാണ്. അതെ. അപ്പോൾ ഇവനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. ഇന്നത്തെ ഡ്യൂട്ടി ഞാൻ അതാണ്. ഇവനൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇവനെ നമുക്ക് പുറത്തേക്ക് വിടാം. മരത്തുമ്പോൾ കയറാനുള്ള ആരോഗ്യമായി കഴിഞ്ഞാൽ പിന്നെ വിടാം. അല്ലേടാ? എടനാണോ അടിയണോന്ന് നോക്കിയിട്ടില്ല. അണ്ണൻ്റെ കാര്യം ഇച്ചിരി മോശമാണ്. കാരണം എനിക്ക് തോന്നും മിനിഞ്ഞാന്ന് അത് പോയതിനു ശേഷം ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആകെ അങ്ങോട്ട് വയറൊക്കെ ഒട്ടി എന്തോ പോലെ ഇരിക്കണേ. ഇനി എൻ്റെ പരിപാടി ഞാൻ ചിക്കനും മറ്റേ ഉരുളക്കിഴങ്ങും കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് അടിച്ച് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയൊരു ഉപ്പേരി രണ്ടാണ് ഇന്നത്തെ ഉച്ചക്കാലത്ത് നമ്മുടെ വിഭവങ്ങൾ. ഞാൻ തണ്ണിമത്തൻ എടുത്തു വെച്ചില്ലായിരുന്നു. ഒന്ന് എടുത്ത് വയ്ക്കോ? മുറിച്ചിട്ട് എടുത്തേക്കണം. അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കി. ഇവിടെ കളി മയാണ് നടന്നുകൊണ്ടിരിക്കണേ. എല്ലാവിടെയും നേരത്തേക്കാണ്. എന്നിട്ട് അവരിവിടെ നിന്ന് കാണാനായിട്ട് അവർ വേറെ ഓടിക്കാണ്ട് പോയി. അവർ പുറത്തു പോയി കളിക്കാൻ. എൻ്റെ അപ്പോ കഴിഞ്ഞ വീഡിയോയിലും ഇടൂ കുറേ ഇവരുടെ കൂടെ തോക്കൊക്കെ കൊണ്ടിടുന്ന് ഓടനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിക്കില്ല, ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. ഞങ്ങൾ ഇത്ര നാളത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതാണ് മനസ്സിലായെന്നാണ് അതിന് മനസ്സിലാവുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതാണ് വീഡിയോ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടെ മിടുവിനെ അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. മോളെ പതുക്കെ ചാടി മിടു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലാണ് പറഞ്ഞിരുന്നു, മിടുവിന് അങ്ങനെയൊക്കെ കളിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇവരുടെ കൂടെ ഓടാനും ചാടാനും ഒളിക്കാനും ഒളിച്ച് കളിക്കാനും ഷൂട്ട് ചെയ്യാനും അതൊക്കെ അവൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തത്. ഇന്നത്തെ വീഡിയോ കൂടെ ഇത് കാണിച്ചോളൂ എന്നുള്ളൂ. ഞാനും ഇവരുടെ കൂടെ എൻ്റെ പ്രധാന ചുമതല ഇങ്ങനെ കിടന്നിട്ടുള്ള റെസ്റ്റ് ചെയ്തിട്ടുള്ള കളികളാണ്. അപ്പോൾ ഒരു മോളിക്കൂടെ ചാടും ഇരിക്കും. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു റിയൽ ലൈഫിൽ. അന്ന് അമ്മ ഒരു വീട്ടില് പോയിപ്പോ അപ്പയും ഞാനും സ്റ്റീവും ഇവിടെ കുടുംബ സമ്മേളനത്തിന് പോയ വീഡിയോ അതേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നോർമൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടോ. അതുകൊണ്ട് പലരുടെ വിചാരം വീഡിയോയ്ക്ക് കണ്ടന്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഇല്ല. വീഡിയോ ഇല്ലെങ്കിൽ ഇടാറില്ലല്ലോ. ഞങ്ങൾ എത്ര ദിവസം വീഡിയോ മുടങ്ങാറുണ്ട്. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ കാണിച്ച് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാറില്ല. അത് നിങ്ങൾക്ക് ഞങ്ങൾ അറിയുന്നില്ല. പലർക്കും ഇപ്പോഴും ആരാണ് സണ്ണി എന്നോ ആരാണ് മിടു എന്നോ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവരുടെ തെറ്റിദ്ധാരണകളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ഓക്കെ എടാ, അവനെന്നിട്ടെടുത്ത് അടിക്കണ എൻ്റെ കാൽമേ. എന്നിട്ടെടുത്ത് അടിക്കണേടി, നോക്കടി എന്നിട്ടത്. ഓ അതിന്റെ റബ്ബറാണ് അലമാരിയുടെ. നല്ല വേനെടുക്കുന്നുണ്ട്. ഇരിക്കണേടില്ലേ എടാ, നല്ല വേനുണ്ട്. ഇത് മറ്റേ അലമാരിയുടെ സൈഡിലുള്ള ബുഷാണ്. മറ്റേ ഒരു റീപ്പർ പോലെ അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവണേ. എവിടെ നീട്ടിപ്പോന് അതിന്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്തോണേ അല്ലേ ചെക്ക കുറുമ്പമണി. നിന്റെ തലയിലത്തെ ക്ലിപ്പ് എവിടെയാ? അടിക്കല്ലേ. അപ്പക്കിതാ ഞാൻ ഇത്ര നേരെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മിടു അടുക്കളയിൽ നിന്ന് കൊടുത്തു വിട്ടേക്കണ സാധനമാണ് കൊച്ചിന് കളിക്കാനായിട്ട്. എന്റെ തലയ്ക്ക് കൊണ്ടിട്ട് അടിക്കായിരുന്നു. അമ്മീ ക്യാമറയ്ക്ക് അടിക്കണ നീ. എന്നിട്ട് കൊച്ചിന്റെ പ്രശ്നം എന്താ ക്ലിപ്പ് ഈ കുത്തി മറന്നൊക്കെ റെഡി ആക്കിട്ട് പോകണ്ട, അല്ലെങ്കിൽ അമ്മ ഓടിക്കും. ഈ ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ച് നേരെ കറക്റ്റ് ആക്കിട്ടിട്ട് പോണട്ടാ. ഒക്കെ നീ അമ്മീ ഇടാ നല്ല വേനുണ്ട് അപ്പക്ക്. ചീവോ അപ്പക്ക് ഇതായോ ഇത് ചീവോ ഇങ്ങനത്തെ സൗണ്ട് കളിച്ചാൻ പാടില്ല. താ ഇത് ചീത്ത സാധനം പൊട്ട സാധനം. അയ്യേ അപ്പി ബേ നോക്കിയേ ഇത് അപ്പി നോക്കിയടാ.
നോക്കി അപ്പി സൈഡില് കളഞ്ഞാലോ നമുക്ക് കരയും കളഞ്ഞാലോ ഡാ ഇത് കളയണ്ടപ്പാ അത് വിഷമാണ്. നമുക്ക് ഇതുകൊണ്ട് കളിച്ചാലോ സ്റ്റീവ് നോക്കിയടാ 1 2 3 4 5 6 ലാസ്റ്റ് അവൻ തട്ടണം അത്രേ ഉള്ളൂ 7 പ്രശ്നം തീരും ടാൻ ടടാൻ, യാ. വെച്ചത് ശരിയായില്ലായിരുന്നു യാ. മാക്രി ഇതേ പോണ് ഇപ്പം വീടോട് ഇങ്ങോട്ട് ഓടിക്കും വിളിച്ചിട്ടോ അവനെ വീടെല്ലാം അങ്ങോട്ട്. ഇവിടെ അണ്ണാങ്കുഞ്ഞിന് ഞാൻ എന്ത് ഇങ്ങനത്തെ പാത്രത്തിലാക്കി തണ്ണിമന്ത്രമൊക്കെ വെച്ച് കൊടുത്തേക്കാണ്. പക്ഷെ അവളൊന്നും തൊട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് പേടി മാറാനുണ്ടോ. പേടി മാറിക്കഴിയുമ്പോൾ നമ്മൾ സെർലാക്ക് കൊടുക്കും. സെർലാക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് കാണുന്ന വനം വകുപ്പിലെയോ അങ്ങനെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കുറ്റം പറയരുത്. അതിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗം നോക്കുന്നതാണോ. അല്ല ആരെങ്കിലും രക്ഷിക്കാൻ വേറെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞെന്ന് അതുപോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ മുമ്പ് ഇതേപോലെ ചെയ്തേക്കണേ. അതായത് നമ്മളൊന്ന് നിർത്തി ഒന്ന് അതിൻ്റെ പേടിക്ക് മാറ്റി സെർലാക്ക് നമ്മൾ ചെറിയ നിപ്പിളാക്കി കൊടുക്കും. 1-2 ദിവസം കഴിയുമ്പോഴേക്കും ആൾ പവർഫുൾ ആവും. അത് പുറത്തേക്ക് വിട്ടാൽ അവിടെ മുമ്പ് രണ്ടാനും അവിടത്തേക്ക് പോയിട്ടില്ല. കുറേ നാളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അവിടത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇതിവിടെ കുക്കിംഗ് ഇത് കഴിഞ്ഞാലേടി